അപ്പോൾ ഈ അവധിക്കാലം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നത് ഇടുക്കിയിലെ ചെകുത്താമലയിലുള്ള ഒരു ഫാം ഹൗസിലാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു വ്യൂ പോയിൻറ്റ്. അങ്ങോട്ട് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഒരു 3 കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് സഞ്ചരിക്കേണ്ടി വന്നു. ഓഫ് റോഡ് യാത്ര ആദ്യമായതുകൊണ്ട് നല്ല രസമായി തോന്നി. നമ്മൾ ഫാമിലിയായിട്ടായിരുന്നു അങ്ങോട്ട് പോയിരുന്നത്. ഏകദേശം ഒരു വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് നമ്മൾ അവിടെ എത്തിയത്. ആ ടൈമിൽ അവിടെ നല്ല തണുപ്പും കോടയും എല്ലാം ആയിരുന്നു. നമുക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് തന്നിരുന്ന റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സൗകര്യമുള്ള ഈ ഫാം ഹൗസ് 4 ബെഡ്റൂമും ഒരു കിച്ചണും ഉൾപ്പെടെയാണുള്ളത്. ഈ കാണുന്ന ഇവിടുത്തെ രാത്രി വ്യൂ ആണ്. രാത്രിയാണെങ്കിൽ നല്ല സൗണ്ടാണ്. എന്താ രാത്രിത്തെ കുറേ ജീവികളുടെയൊക്കെ കുറേ സൗണ്ട്, നല്ല ശബ്ദത്തിൽ നമുക്ക് അവിടെ കേൾക്കാൻ പറ്റിയിരുന്നു. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു ബാർബിക്യൂ. ആ ഇരുന്നുണ്ടാക്കി തരുന്ന ചേട്ടനായിരുന്നു നമുക്കവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിരുന്നത്. അപ്പോൾ എല്ലാവരും വെളിയിൽ ഈ കഥയും പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ കാത്തിരിപ്പായിരുന്നു. നമുക്ക് ലൈവായിട്ടായിരുന്നു ഫുഡെല്ലാം ഉണ്ടാക്കി തന്നിരുന്നത്. ബാർബിക്യൂ ഫസ്റ്റിലേ ടേസ്റ്റ് ചെയ്ത് നോക്കിയത് ചേട്ടനായിരുന്നു. അപ്പോൾ തിന്നുമ്പോഴുള്ള ആ എക്സ്പ്രഷനൊക്കെയാണ് ചേട്ടൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറങ്ങാനുള്ള ടൈമായി. ജൂണാണ് അവിടെ കിടന്ന് കുത്തിമുറിയ അമ്മയും പിള്ളേരും ഒരുമിച്ചാണ് കിടന്നത്. പിറ്റേ ദിവസം 6 മണിക്കുള്ള വ്യൂ ആണിത്. നല്ല കോടയായിരുന്നു. ചുറ്റുമുള്ള ഒന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല, അത്രയ്ക്കും കോടയായിരുന്നു. അതേപോലെ തന്നെ നല്ല തണുപ്പുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റു. ഈ ഫാം ഹൗസിലെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം ആക്ടിവിറ്റികളുണ്ട്. ഇത്രയും മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു. അതിൽ നിന്നുള്ള കാഴ്ചയാണിത്. നമുക്കിവിടെ നിന്ന് നോക്കിയാൽ ഇടുക്കി ഡാം, തേക്കടി എല്ലാം കാണാൻ പറ്റും. അതിനുശേഷം കുറേ ആക്ടിവിറ്റി ടൈമായിരുന്നു. അതിൽ ഫസ്റ്റ് ഞാൻ ചെയ്തിരുന്നത് ആർച്ചറി ആയിരുന്നു. ഒന്നും കറക്റ്റായിട്ട് ശരിയായില്ല, അന്നേരം ചുമ്മാ ട്രൈ ചെയ്തു. അതിനുശേഷം ATV റൈഡായിരുന്നു. ചേട്ടനും പിള്ളേരും കൂടെ ആയിരുന്നു അതിനകത്ത്. പിന്നെ നമ്മൾ പോയത് ഈ കാണുന്ന കിളികളെ എല്ലാം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവിടെ തന്നെ വളർത്തുന്ന കിളികളാണിതെല്ലാം. അതേപോലെ ഈ കാണുന്ന എലിയെപ്പോലെ ഇരിക്കുന്നതാ ഇത്. പക്ഷേ ഇതിൻ്റെ പേര് എലിയല്ല, വേറെ എന്തോ പേരാ, പറഞ്ഞൊന്ന് മറന്നുപോയി. കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ കിളികൾക്ക് ഫുഡ് കൊടുക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. ഫുഡ് കാണുമ്പോഴത്തേക്ക് കിളികളെല്ലാം പറന്ന് നമ്മുടെ കൈ വന്നിരിക്കുകയും ദേഹത്തെല്ലാം ചാടിക്കയറി ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചെയ്തിരുന്ന ഫിഷ് ഫീഡിംഗ് ആയിരുന്നു. അവിടെ തന്നെ വളർത്തുന്ന ഫിഷായിരുന്നു അത്. അതിനുശേഷം നമ്മൾ ചെയ്തിരുന്നത് ഓസ്ട്രിച്ച് ഫീഡിംഗ് ആയിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിരുന്നത് അവിടുത്തെ സ്വിമ്മിംഗ് പൂളിലായിരുന്നു. അപ്പം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇപ്പോൾ ബൈ.